വിരാട് കോഹ്ലി ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ താരമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തോളം ക്രിക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു താരം ഇല്ല താനും. എന്തായാലും താരവുമായി ബന്ധപ്പെട്ട് കളിയാക്കൽ രൂപേണയാണെങ്കിൽ പോലും ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്കോട്ട് ബോളൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ ഞങ്ങൾക്ക് ചില പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. തുടക്കത്തിൽ ഞങ്ങൾ അവന്റെ വീക്നസിൽ പന്തെറിയും, അവൻ നൈസായി അതെല്ലാം പ്രതിരോധിക്കും. പിന്നീട് ഞങ്ങൾ അവന്റെ സ്ട്രെങ്തിൽ പന്തെറിയാൻ തുടങ്ങും. അതിനാൽ തന്നെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കും. അവൻ ആക്രമിച്ച് തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഞങ്ങൾ അവന്റെ വീക്നസിലേക്ക് വീണ്ടും പന്തെറിയും. അതോടെ അവൻ പുറത്താകും. ബോളണ്ട് വെറുതെ പറഞ്ഞ വാക്കുകളൊന്നുമല്ല ഇത്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകളിൽ ചുമ്മാ പോയി ബാറ്റ് വെക്കുക, പുറത്താക്കുക, ചുമ്മാ പോയി ബാറ്റ് വെക്കുക, പുറത്താകുക, ഇത് തന്നെ റിപ്പീറ്റ്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി അദ്ദേഹം പുറത്തായതെല്ലാം ഒരേ രീതിയിലാണ്. വിരാട് കോഹ്ലിയെ പോലെ ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം ഒരേ രീതിയിൽ ഇത്ര പ്രാവശ്യം പുറത്താകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ്. ബോളണ്ട് പറഞ്ഞ വാക്കുകളെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഈ മത്സരത്തിൽ തന്നെ രണ്ട് ഇന്നിംഗ്സിലും സമാനമായ രീതിയിൽ തന്നെയാണ് വിരാട് കോഹ്ലി പുറത്തായത്. നല്ല രീതിയിൽ ടച്ചിലാണെന്ന് തോന്നിക്കുമ്പോൾ വീണ്ടും ആ മിസ്റ്റേക്ക് ആവർത്തിക്കും. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് തന്റെ മിസ്റ്റേക്ക് എന്താണോ, തന്റെ പ്രശ്നം എന്താണോ, അതിൽ നിന്ന് വർക്ക് ചെയ്ത് തിരിച്ചു വരാൻ ഒരുപാട് സമയമുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫി മാത്രമല്ല ഒരു ടൂർണമെന്റ് ആയി വരുന്നത്. ആഭ്യന്തര ക്രിക്കറ്റ് ഉൾപ്പെടെ ഒരുപാട് മത്സരങ്ങൾ വിരാട് കോഹ്ലിക്ക് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വർക്ക് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് മുമ്പിലുള്ള ഏക ഓപ്ഷൻ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോളന്റുമാർക്ക് മുമ്പിൽ തീർച്ചയായും വിരാട് കോഹ്ലി പതറിപ്പോകും. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരത്തെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഏറ്റവും വില വിടവാങ്ങൽ അത്യാവശ്യമാണ്. അതിന് വിരാട് കോഹ്ലിക്ക് സാധിക്കട്ടെ. ഏറ്റവും മികച്ച പ്രകടനം നടത്തി തന്നെ